ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം പാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പുതുമയേറിയ ചോദ്യങ്ങളുമായി, പുതിയ അനുഭവങ്ങളുമായി, പുതിയ മത്സരാർത്ഥികളുമായി ഒരു പുതിയ എപ്പിസോഡ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ മത്സരിക്കാനായി എത്തിയിരിക്കുന്ന അമ്മമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ടീം മിഖായേൽ. എൻ്റെ പേര് മിനി റെനീഷ്, ഇടവക മരഞ്ചാട്ടി. എൻ്റെ പേര് മിനി വെന്നി, ഇടവക മരഞ്ചാട്ടി. ഇവരെ സഹായിക്കാൻ ഇവരുടെ കൂടെയുള്ള ടീം ആൻസി ജോസഫ്, മേരി ജോസ്, സോണി ജസ്റ്റിൻ, ഞാൻ ഷേളി ബേബി. ജാൻസി സജി. ഇനി നമ്മുടെ അടുത്ത ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. എൻ്റെ പേര് ജെയ്സി മാക്കിയിൽ, ചേവായൂർ ഇടവക. എൻ്റെ പേര് സൂസി ബാബു, ചേവായൂർ ഇടവക. ഇവരെ സഹായിക്കുന്ന ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ജോബിൻസ് റോയ്, സീന ജിജി, ബെറ്റി ജോസഫ്, ബീന ജോസ്, റാണിമോൾ സ്റ്റീഫൻ. ഇനി നമ്മുടെ ഗബ്രിയേൽ ടീമിനെ പരിചയപ്പെടാം. എൻ്റെ പേര് മിനി സെബാസ്റ്റ്യൻ, മരുതോങ്കര ഇടവക. എൻ്റെ പേര് ഡിക്സി അഗസ്റ്റിൻ, മരുതോങ്കര ഇടവക. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം സോണിയ റോയ്, സീന വിനോജ്, റെജി ജെയിംസ്, അനു വിൻസെന്റ്, സാലി ജോൺ. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ തികച്ചും ആവേശകരം നിറഞ്ഞ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മത്സരാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. താമരശ്ശേരി രൂപതയിലെ ആൽഫ മരിയ സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടറായി കുട്ടികൾക്കും യുവജനങ്ങൾക്കും പരിശീലനം നൽകി വരുന്ന ഫാദർ അജിയാണ് നമ്മുടെ ക്വിസ് മാസ്റ്റർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പുതിയ ടീം അംഗങ്ങൾ, മാതാക്കൾ, താമരശ്ശേരി രൂപതയിലെ മാതൃസംഘം, ഷാലോം ടെലിവിഷനുമായി ചേർന്ന് വചനം പങ്കുവയ്ക്കുന്ന, വചനം പ്രഘോഷിക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ഈ എപ്പിസോഡിൽ ആവേശത്തോടുകൂടി മത്സരത്തിൽ പങ്കെടുക്കാൻ, അതോടൊപ്പം വചനവും പങ്കുവയ്ക്കുവാൻ വന്നിരിക്കുന്ന ടീമുകളെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ടീം മിഖായേൽ ഏത് ഇടവകയിൽ നിന്നാണ്? മരഞ്ചാട്ടി. മരഞ്ചാട്ടി ഇടവകയിൽ നിന്നാണ് ടീം മിഖായേൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് അല്പം സംഘർഷം നിലനിൽക്കുന്നതായി കാണുന്നു. പേടിയുണ്ടോ ഉള്ളിൽ? ചെറിയ പേടിയുണ്ട്. സാരമില്ല, അല്പം കഴിയുമ്പോൾ പേടിയൊക്കെ മാറിക്കോളും. വചനം പഠിച്ചു വന്ന് നിൽക്കുമ്പോൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് സന്തോഷമാണോ അതോ ഭയമാണോ? സന്തോഷം. സന്തോഷം. ഭയത്തെ അതിജീവിക്കുന്ന സന്തോഷം. വിജയിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം വേണം. അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുവാനും വീണ്ടും മത്സരത്തിൽ മുന്നോട്ട് പോകുവാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ടീം മിഖായേൽ മരഞ്ചാട്ടി ഇടവകയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വിജയാശംസകൾ. ടീം റാഫേൽ, നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ്? ചേവായൂർ ഇടവക. ചേവായൂർ ഇടവകയിലെ മാതൃസംഘങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ഇപ്രകാരം പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് നടത്തുന്നു എന്നറിയുകയും അതിൽ പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം യെസ് ആണോ പറഞ്ഞത്, നോയാണോ പറഞ്ഞത്? യെസ് ആണ് പറഞ്ഞത്. യെസ് പറഞ്ഞു ആദ്യം തന്നെ. യെസ്. പിന്നെ എന്ത് ചെയ്തു? യെസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ യെസ് ഒരു വലിയ യെസ് ആയി പോയി, ഭാരം കൂടി യെസ് ആയി പോയി എന്ന് തോന്നിയോ? ഒരിക്കലുമില്ല.
ഇല്ല. ഞങ്ങൾക്ക് കൂടുതലായി വചനം പഠിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണ്ടത്. കൂടുതൽ ആവേശം. അതെ. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അല്പം ഭയം ഉണ്ട് എന്ന് തോന്നുന്നു. ഭയം ഒന്നും തോന്നുന്നില്ല. യെസ്, ഓക്കെ. ടീം റാഫേൽ, അടുത്ത റൗണ്ടിലേക്ക് കൂടി നിങ്ങൾക്ക് പ്രവേശനം വേണം. വേണം. യെസ്, അടുത്ത റൗണ്ടിലേക്കും കൂടി പ്രവേശിക്കുവാനും തുടർന്ന് പഠിക്കുവാനും വചനം കൂടുതൽ ആവേശമാക്കുവാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ടീം റാഫേലിനും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ടീം ഗബ്രിയേൽ, നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ്? മരുതോങ്കര ഇടവക. മരുതോങ്കര ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മാതൃസംഘത്തിന്റെ പ്രസിഡന്റോ ആനിമേറ്ററോ ചോദിച്ചു, ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാമോ? ആദ്യം പറഞ്ഞത് യെസ് ആണോ നോയോ? യെസ് തന്നെ ആദ്യം പറഞ്ഞു. പിന്നീട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചപ്പോഴൊക്കെ യെസ് പറഞ്ഞത് ഒരു അബദ്ധമായി പോയി എന്ന് തോന്നിയോ? ഇല്ല. യെസ്, നിങ്ങൾക്ക് വേണ്ടത് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനമാണ്. അതോ? അതെ, അടുത്ത റൗണ്ട് തന്നെ വേണം. ഇതാ ടീം ഗബ്രിയേലും വന്നിരിക്കുന്നത് വെറുതെയല്ല. മരുതോങ്കര ഇടവകയിലെ മാതൃസംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം ആഗ്രഹിച്ചുകൊണ്ടാണ് ടീം ഗബ്രിയേലും വന്നിരിക്കുന്നത്. നിങ്ങൾക്കും വിജയാശംസകൾ. 3 ടീമുകൾക്കും വേണ്ടത് വിജയമാണ്. സാധിക്കുമെങ്കിൽ 1-ാം സ്ഥാനം തന്നെ. അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം. പക്ഷേ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 2ാമത്തെ റൗണ്ടിലേക്ക് ഈ മത്സരാർത്ഥികളിൽ നിന്ന് 2 ടീമുകൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ടീം പുറത്തേക്ക് പോകേണ്ടി വരും. പക്ഷെ പുറത്തു പോകുന്നതും ഹൃദയം നിറയെ സന്തോഷവുമായിട്ടായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശക്തരായ സപ്പോർട്ടിംഗ് ടീം, നിങ്ങളുടെ കൂടെ നിൽക്കാൻ, സമയത്ത് സഹായിക്കാൻ കാവൽ ദൂതരെ പോലെ അവരിതാ കൂടെ നിൽക്കുന്നു. നിങ്ങൾക്കും ഇവരെ സഹായിക്കാനുള്ള അവസരങ്ങളുണ്ട്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ആദ്യത്തെ റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓരോ റൗണ്ടിലും വ്യത്യസ്തമായ നിയമങ്ങൾ, നിബന്ധനകൾ, പോയിന്റിലും വ്യത്യാസമുണ്ട്. ആദ്യത്തെ റൗണ്ടിൽ ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങൾ. ശരി ഉത്തരത്തിന് 30 മാർക്ക്. ഉത്തരം തെറ്റിയാലും ഭയപ്പെടേണ്ട. സപ്പോർട്ടിംഗ് ടീം നിങ്ങളെ സമയോചിതമായി സഹായിച്ചാൽ 20 പോയിന്റുകൾ കിട്ടും. സപ്പോർട്ടിംഗ് ടീം തെറ്റായ ഉത്തരമാണ് നൽകുന്നതെങ്കിൽ ചോദ്യം അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. അവർ ശരി ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റുകൾ. ആദ്യ ചോദ്യം ടീം മിഖായലിനോട്. ചോദ്യം ശ്രദ്ധിക്കുക. റബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? എന്തായിരുന്നു യേശുവിൻ്റെ മറുപടി? ആരെങ്കിലും ഒരാൾ ഉത്തരം പറയുക. 2 പേരും ആലോചിച്ചതിന് ശേഷം ഉത്തരം പറയുക. ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ടീം മിഖായേൽ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ശരിയായ ഉത്തരം നൽകി 30 പോയിന്റുകൾ കരസ്ഥമാക്കുന്നു. അഭിനന്ദനങ്ങൾ. ഓരോ ചോദ്യത്തിനും 30 സെക്കൻഡുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. സപ്പോർട്ടിംഗ് ടീമിനും 30 സെക്കൻഡുകൾ മാത്രം സമയം. പാസ് ചെയ്തു വരുന്ന ചോദ്യത്തിന് 10 സെക്കൻഡുകൾ സമയം. എപ്പോഴും ശ്രദ്ധിക്കുക. സംശയമുണ്ടെങ്കിൽ സ്ക്രീനിൽ നോക്കുകയും ചെയ്യുക. 2ാമത്തെ ചോദ്യം. യേശു പറഞ്ഞു, നീ മനുഷ്യപുത്രനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അന്ധൻ യേശുവിൻ്റെ കാൽക്കൽ വീണ് പ്രണമിച്ചു. അപ്പോൾ യേശു പറഞ്ഞത് എന്ത്? കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ബൈബിളിലെ അതേപോലെയുള്ള ഉത്തരമാണ് പറയേണ്ടത്. പറഞ്ഞിരിക്കുന്നത് ബൈബിളിലെ അതേപോലെയുള്ള ഉത്തരവും ശരിയായ ഉത്തരമാണ്. 30 മാർക്കുകൾ ലഭിക്കുന്നു ടീം റാഫേലിന്.
മൂന്നാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോട്. യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറയാൻ കാരണം, അല്ലെങ്കിൽ അവനിത് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ പക്കലായിരുന്നത് കൊണ്ടും ആ അതിൽ വീഴുന്ന അവൻ എടുത്തിരുന്നത് കൊണ്ടും ആ ആണ് യോഹന്നാൻ അങ്ങനെ പറഞ്ഞത്. അതിൽ ആദ്യത്തെ വചനം കൂടി അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ പക്കലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടും. ഉത്തരം ശരിയാണ്. ടീം ഗബ്രിയേലിന് 30 പോയിന്റുകൾ ലഭിക്കും. വചനം തിരുവചനം റൗണ്ടിൽ 3 ടീമുകളും 100% മാർക്ക് മേടിച്ചിരിക്കുന്നു. പോയിന്റുകൾ 30 മാത്രമേ ഉള്ളൂ. ശരിയായ പോയിന്റുകൾ ജോസ്മിയിലേക്ക്. ജോസ്മി, ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും 30 പോയിന്റുകൾ വീതമാണ് നേടിയിരിക്കുന്നത്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 2ാം റൗണ്ട് വിഷ്വൽ റൗണ്ട്. ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കും. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് ഭാഗത്തു നിന്നാണ് എന്ന് നിങ്ങൾ പറയണം. അതിനുശേഷം അത് ഏത് അധ്യായത്തിൽ നിന്നാണ് എന്ന് പറയും. തുടർന്ന് 2 ചോദ്യങ്ങൾ കൂടെ. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം. ശരിയായ ഉത്തരത്തിനാണ് 10 മാർക്കുകൾ. തെറ്റായ ഉത്തരത്തിനും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ അത് മൈനസ് മാർക്കായിരിക്കും എന്ന് മാത്രം. മൈനസ് മാർക്ക് ഇല്ലാതാക്കുവാൻ സപ്പോർട്ടിംഗ് ടീമിന് സഹായിക്കാവുന്നതാണ്. ഇവർ തെറ്റായ ഉത്തരം പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന മൈനസ് പോയിന്റ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. വലിയൊരു സഹായമായിരിക്കും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. യഥാർത്ഥ കാവൽ ദൂതരായി നിങ്ങൾ മാറും. ചോദ്യം റാഫേൽ ടീമിനോടാണ് ആദ്യം. യെസ്, ടീം റാഫേൽ, ഗെറ്റ് റെഡി. വിഷ്വൽ മനസ്സിലായി എങ്കിൽ എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സൂചനകളോ വിശദീകരണങ്ങളോ ആവശ്യമില്ലാത്ത പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സൂചനകൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ഇല്ല എങ്കിൽ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. പറയൂ. ആട്ടിൻകൂട്ടത്തിന്റെ ഉപമ. യോഹന്നാൻ അധ്യായം 10. യെസ്, കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം തെറ്റാണെന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ കുറച്ചും കൂടി എന്തിന്റെ കാര്യമാണ് ഈശോ അവിടെ പഠിപ്പിക്കുന്നത് അതിനോട് ചേർന്ന്? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. യെസ്, നല്ല ഇടയന്റെ ഉപമയാണ്. അതാണ് കൂടുതൽ ശരിയായ ഉത്തരം. നല്ല ഇടയന്റെ ഉപമയാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നതിന് മുമ്പ് ഏത് അധ്യായം കൂടി നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? അധ്യായം 10. 10 ശരിയായ ഉത്തരമാണ്. ടീം റാഫേൽ 10 പോയിന്റുകൾ നേടി. 2ാമത്തെ ചോദ്യം. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ നല്ല ഇടയനായ ഞാൻ, അത് ഞാൻ കൂട്ടിച്ചേർത്തതാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത്, യേശു വന്നിരിക്കുന്നതിൻ്റെ ഉത്തരം ഈ വചനഭാഗവുമായി ചേർത്ത്. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും വേണ്ടിയാണ്. അവർക്ക് ജീവൻ ഉണ്ടായാൽ മാത്രം പോരാ, സമൃദ്ധമായ ജീവൻ. അതാണ് യേശുവിന്റെ ലക്ഷ്യം. അതാണ് നിങ്ങൾ ഉത്തരമായി പറഞ്ഞിരിക്കുന്നത്. ടീം റാഫേലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി ലഭിക്കും. ചില ഇടയന്മാർ എന്തുകൊണ്ടാണ് ചെന്നായ വരുന്നത് കാണുമ്പോൾ ഓടിപ്പോകുന്നത്? കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി
താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് വീണ്ടും 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. അങ്ങനെ വിഷ്വൽ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന് 3 ചോദ്യങ്ങൾക്കും ടീം റാഫേൽ ശരിയായ ഉത്തരം പറഞ്ഞ് 30 മാർക്ക് കൂടി സ്കോർ ഷീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ടീം ഗബ്രിയേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കും. സൂചനകൾ ആവശ്യമുണ്ടോ? ഇല്ല. എങ്കിൽ ഉത്തരം പറയാം. 11 അധ്യായം യേശു മർത്തയെ ആശ്വസിപ്പിക്കുന്ന. അപ്പോൾ ലാസർ- യേശു എന്താണ് ചെയ്യുന്നത്? ഭർത്താവെ ആശ്വസിപ്പിക്കുന്നു. അതോ മറിയത്തെയാണ്? സമയം കഴിഞ്ഞു. നിങ്ങൾ പഠിച്ച വചനഭാഗവുമായിട്ട് പെട്ടെന്ന് ഉത്തരം പറയുക. മറിയത്ത്. അപ്പോൾ യേശു എന്ത് ചെയ്തു? പറഞ്ഞയാൾ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. ആത്മാവിൽ നടുവേർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. എവിടെ? യേശു കരയുക. കണ്ണുനീർ പൊഴിച്ചു. അവനെ എവിടെയാണ് അടക്കിയിരിക്കുന്നത്? സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. യെസ്, സപ്പോർട്ടിംഗ് ടീം. യേശു കരഞ്ഞു. യേശു കരഞ്ഞു. ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് മൈനസ് പോയിന്റ് നിങ്ങൾ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. ശരിയായ ഉത്തരമാണ്. പക്ഷേ അധ്യായം കൂടി പറയണം, എന്നാലേ പൂർണ്ണമാവുകയോ. യോഹന്നാൻ 11. യോഹന്നാൻ 11-ാം അധ്യായമാണ്. ഉത്തരം പൂർണ്ണമായി പറയേണ്ടതുണ്ട്. നിങ്ങൾ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതല്ല അവിടത്തേക്കാൾ. തന്നെയല്ല, മറിയത്തെയാണ് വന്നപ്പോഴാണ് യേശു ഇപ്രകാരം കണ്ണുനീർ പൊഴിച്ചത്, കരഞ്ഞത്. യെസ്. രണ്ടാമത്തെ ചോദ്യം. മറിയം അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞത് എന്ത്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. യെസ്, ശരിയായ ഉത്തരമാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ടീം ഗബ്രിയേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുക. അവൻ്റെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. ഇത് 4-ാം ദിവസമാണ്. അപ്പോൾ യേശു അവളോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഉത്തരം ശരിയാണ്. വീണ്ടും 10 മാർക്കുകൾ കൂടി ടീം ഗബ്രിയേലിന് ലഭിക്കും. ടീം ഗബ്രിയേൽ ഈ വിഷ്വൽ റൗണ്ടിൽ 20 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് 5 മൈനസ് പോയിന്റുകൾ ലഭിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിൻ്റെ സമയോചിതമായ ഇടപെടൽ നിങ്ങളുടെ മൈനസ് പോയിന്റുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ടീം മിഖായേൽ, വിഷ്വൽ റൗണ്ടിൽ നിങ്ങളുടെ ചാൻസാണ് ഇനി. ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനകൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? മനസ്സിലായി. യെസ്, അങ്ങനെയാണെങ്കിൽ ഉത്തരം പറയാവുന്നതാണ്. യഹൂദര് യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന. വളരെ ശരിയായ ഉത്തരം. ഞാൻ ആ വിഷ്വല് തെരഞ്ഞെടുത്തപ്പോൾ അല്പം ഭയപ്പെട്ടിരുന്നു. ടീം അംഗങ്ങൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? അതുകൊണ്ടാണ് സൂചനകൾ വേണമെങ്കിൽ തരാം എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. അത് പറയാതെ തന്നെ നിങ്ങൾ അത് കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, നിങ്ങൾക്കുള്ള പാഠ്യഭാഗത്ത് മറ്റൊരു സ്ഥലത്തും ഇങ്ങനെയുള്ള ഒരു ആലോചന സംഘത്തെപ്പറ്റി സൂചനകളില്ല. ശരിയായ ഉത്തരം 10 മാർക്ക് ടീം മിഖായലിന് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇവിടെ ശ്രദ്ധിക്കുക. ആ ആലോചന മീറ്റിംഗിൽ അല്ലെങ്കിൽ ആലോചന യോഗത്തിൽ അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യപ്പാസ് പറഞ്ഞത് എന്ത്?
ജനം മുഴുവൻ നശിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരുവൻ മരിക്കുന്ന യുക്തമാണ്. ശരിയാണ്, നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നു. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് കയ്യപ്പാസ് ചോദിച്ചത്. വീണ്ടും ടീം മിഖായലിന് 10 പോയിന്റുകൾ കൂടി ലഭിക്കും. യഹൂദർ, ഈ ആലോചന സംഘം പെട്ടെന്ന് വിളിച്ചു കൂട്ടാനുള്ള ഒരു കാരണം യേശു ലാസറിനെ ഉയർപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യേശു ഇത്ര വലിയൊരു അടയാളം പ്രവർത്തിച്ചത് ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമായി. അതവർ ഫരിസേയരോട് ചെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ആലോചനാ സംഘം വിളിച്ചു കൂട്ടിയത്. ആരാണ് യേശു ലാസറിനെ ഉയർപ്പിച്ച സംഭവം ഓടിച്ചെന്ന് ഫരിസേയരോട് പറഞ്ഞത്? പാസ് പറഞ്ഞോളൂ. പാസ്. എങ്കിൽ ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം പറയാം. അങ്ങനെ അവർക്ക് മൈനസ് പോയിന്റ് കിട്ടുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കാം. മറ്റ് സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾ നിശബ്ദരാകുക. സമയം പോകുന്നു. 10 സെക്കൻഡുകൾ മാത്രം. സമയം കഴിഞ്ഞിരിക്കുന്നു. ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യുന്നു. നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 5 പോയിന്റുകൾ ലഭിക്കുന്നതാണ്. ശരി ഉത്തരം അറിയാമെങ്കിൽ ടീം റാഫേലിന് പറയാവുന്നതാണ്. 10 സെക്കൻഡുകൾ മാത്രം. ലാസറിനെ ഉയർപ്പിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യഹൂദരിൽ ചിലർ. യെസ്, അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ. അതാണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് 5 പോയിന്റുകൾ ലഭിക്കുന്നു. ഉത്തരം ശരിയാണ്. വിഷ്വൽ റൗണ്ട് അവസാനിക്കുമ്പോൾ കൃത്യമായ സ്കോർ നിലവാരം അറിയുന്നതിനായി ജോസ്മിയിലേക്ക്. 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 45 പോയിന്റ്സ്, ടീം റാഫേൽ 65 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 50 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 3-ാം റൗണ്ടിലേക്ക്. 3-ാം റൗണ്ട് റാപ്പിഡ് റൗണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേഗത്തിൽ ഉത്തരം പറയേണ്ട റൗണ്ട്, വേഗത്തിൽ ചിന്തിക്കേണ്ട റൗണ്ട്, വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട റൗണ്ട്. ഓരോ ടീമിനോടും 5 ചോദ്യങ്ങൾ, 1 മിനിറ്റ് മാത്രം. 1 മിനിറ്റിനുള്ളിൽ 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിയാൽ ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. അങ്ങനെ 30 മാർക്കുകൾ നിങ്ങൾ കരസ്ഥമാക്കും. 5 ശരി ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ക്വിസ് മാസ്റ്ററുടെ വക സ്പെഷ്യൽ ബോണസ് 10 മാർക്ക്, 40 മാർക്കുകൾ സമ്പാദിക്കാവുന്ന ഒരു സുവർണ അവസരം. നിങ്ങൾക്ക് ശരി ഉത്തരം അറിയില്ല എങ്കിൽ നിങ്ങൾ അധിക നേരം ചിന്തിച്ച് സമയം കളയരുത്. ഉത്തരം തീർത്തും കിട്ടുന്നില്ലെങ്കിൽ പാസ് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഉചിതം. അല്ലെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾക്ക് മാത്രം നഷ്ടപ്പെടും. ആദ്യത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോട്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. അർജന്റീനയിലെ കൗബോയ് പ്രീസ്റ്റ് എന്നറിയപ്പെടുന്ന വിശുദ്ധൻ ആര്? രണ്ടാമത്തെ ചോദ്യം പേർഷ്യൻ സഭയുടെ പിതാവ് അല്ലെങ്കിൽ പിതൃത്വം അവകാശപ്പെടാവുന്ന അപ്പസ്തോലൻ? മാർ ദാവീദ്. ഉത്തരം തെറ്റാണ്. സുറിയാനി സംഗീതത്തിന്റെ പിതാവ് ആര്? ശരിയായ ഉത്തരം ബിഷപ്പ് സ്റ്റെഫാനോലി തടവറകളില്ലാത്ത ഒരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു. ഏത് രാജ്യക്കാരനായിരുന്നു അദ്ദേഹം? പേർഷ്യ. തെറ്റായ ഉത്തരം മാർത്തോമ നസ്രാണികളുടെ ഇടയിലെ
ഏക രാജവംശം? വില്ലാർവട്ടം രാജവംശം. വില്ലാർവട്ടം രാജവംശം. നിങ്ങൾ 2 ചോദ്യങ്ങൾക്കാണ് ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നത്. തെറ്റായ ഉത്തരങ്ങൾ അവയുടെ ശരി ഞാനിപ്പോൾ പറയുന്നതാണ്, ശ്രദ്ധിക്കുക. അർജന്റീനയിലെ കൗബോയ് പ്രീസ്റ്റ് എന്ന വിശുദ്ധൻ, നീണ്ട പേരാണ്. ആദ്യ 2 പേര് നിങ്ങൾ പറഞ്ഞായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കുമായിരുന്നു. പേര് ഞാൻ വായിക്കാം. ജോസ് ഗബ്രിയേൽ ഡെൽ റൊസാരിയോ ബൊച്ചേരോ. വലിയ പേര്, 2 പേര് പറഞ്ഞാലും നമുക്ക് സമ്മതിച്ചു തരാം. പേർഷ്യയുടെ സഭയുടെ പിതൃത്വം അവകാശപ്പെടാവുന്ന അപ്പസ്തോലൻ നമ്മുടെ ഭാരതത്തിന്റെ അപ്പസ്തോലൻ തന്നെ മാർ തോമസ് ലീഹ. 3ാമത്തെ ചോദ്യം നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞു. 4ാമത്തെ ചോദ്യം ബിഷപ്പ് സ്റ്റെഫാനോ ലീ ഏത് രാജ്യക്കാരനാണ്? ചൈനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം വർഷങ്ങളും തടവറയിലായിരുന്നു, ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ തടവറയിൽ. കാരണം അദ്ദേഹം വത്തിക്കാൻ്റെ നേതൃത്വത്തിലുള്ള സഭയിലെ അംഗമായിരുന്നു, ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന സഭയിലെ അംഗമല്ലായിരുന്നു. അദ്ദേഹത്തെ ധാരാളം പീഡിപ്പിക്കുകയും ജീവിതകാലത്തിലെ ഭൂരിഭാഗം സമയവും തടവറയിലാക്കുകയും ചെയ്തു ചൈനീസ് ഭരണകൂടം. തടവറകളില്ലാത്ത നിത്യതയുടെ ലോകത്തേക്ക് അദ്ദേഹം യാത്രയായി. മാർത്തോമ നസ്രാണികളുടെ ഇടയിലെ രാജവംശം നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. 12 മാർക്കാണ് ടീം ഗബ്രിയേൽ നേടുന്നത്. അഭിനന്ദനങ്ങൾ. ടീം മിഖായേൽ, നിങ്ങളോടാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ജീസസ് ഓഫ് നാസറത്ത് എന്ന സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു? മൊസൂളിന് ഒരു പുതിയ ബിഷപ്പ്. സന്തോഷത്തോടെയുള്ള വാർത്ത. മൊസൂൾ ഏത് രാജ്യത്താണ്? റഷ്യ. തെറ്റായ ഉത്തരം. മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് എന്ത്? മാർ ബെസേലിയസ് ക്ലെമീസ് ബാബ. ശരിയായ ഉത്തരം. ഓസ്ട്രേലിയയിലുള്ള സീറോ മലബാർ രൂപത ഏത്? മെൽബൺ രൂപത. ശരിയായ ഉത്തരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത്? 2013 ശരിയായ ഉത്തരമാണ്. 3 ചോദ്യങ്ങൾക്ക് ടീം മിഖായേൽ ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നു. 18 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. ജീസസ് ഓഫ് നാസറത്ത് എന്ന സിനിമയുടെ വിഖ്യാത സിനിമയുടെ സംവിധായകൻ ജിയാൻ ഫ്രാങ്കോ കോർസി. അദ്ദേഹം മരിച്ചുപോയി. ഫ്രാങ്കോ സെഫിറല്ലി എന്ന ചുരുക്കപ്പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. മൊസൂളിന് പുതിയൊരു ബിഷപ്പ്. IS തീവ്രവാദികളുടെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ട മൊസൂൾ ഇറാഖിലെ പ്രദേശമാണ്. ഇറാഖ്, അവിടെ സഭ തഴച്ച് വളരുന്നു. പീഡനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ സഭ അവിടെ വീണ്ടും തളിരിട്ട് വരുന്നു. അതുകൊണ്ടാണ് ആ വാർത്ത ലോകത്തിന് മുഴുവൻ വലിയ വാർത്തയായി മാറിയത്. മറ്റ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരിയായ ഉത്തരം നൽകി. പത്രങ്ങൾ തീർച്ചയായും വായിക്കണം. സൺഡേ ശാലോം കൂടുതൽ വായിക്കുക. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരുന്നു. 18 മാർക്കുകളാണ് ലഭിക്കുന്നത്. അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. KCBCയുടെ ആസ്ഥാനം എവിടെ? POC. POC. സ്ഥലം കൂടി. POC. വലിയ യാക്കോബിന് സ്പെയിനിൽ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഏത്? പാസ്. സിറിയൻ പ്രസിഡന്റിന്റെ പേര് എന്ത്? പാസ്. മാർത്തോമ സഭ ഉണ്ടായത് എന്നു മുതൽ? 1857. ആരുടെ കാലം മുതലാണ് എന്നാണ് പറയേണ്ടത്? മാർ ഗ്രിഗോറിയോസ്. കരിയാറ്റിൽ മൽപ്പാനോടൊത്ത് വിദേശ യാത്ര നടത്തിയ പാറേമാക്കൽ കത്തനാരുടെ ഇടവക ഏത്? മാന്നാനം. തെറ്റായ ഉത്തരമാണ്. ആദ്യത്തെ ചോദ്യം KCBCയുടെ ആസ്ഥാനം POC എന്നതിന് ഞാൻ മാർക്ക് നൽകുകയാണ്. നിങ്ങൾ പഠിച്ച പാഠപുസ്തകത്തിൽ POC എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത് കൊച്ചിയിലാണ് അല്ലെങ്കിൽ പാലാരിവട്ടത്താണ് എന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ മാർക്ക് ഞാൻ തരുന്നു. വലിയ യാക്കോബിന് സ്പെയിനിൽ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അദ്ദേഹം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും വലിയ ഫലമില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കുമ്പോൾ
മാതാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സ്പെയിനില് ജർഗോസ എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. അടുത്തത് സിറിയൻ പ്രസിഡന്റിന്റെ പേര് ബാഷാർ അൽ അസാദ്. പ്രധാനപ്പെട്ട ഒരു പേരാണത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ പ്രത്യേക ദൂതനെ അയച്ച് അവിടെയുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കണമെന്ന് സിറിയൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയുണ്ടായി. മാർത്തോമ സഭ ഉണ്ടായത് എന്നു മുതൽ എന്ന ചോദ്യത്തിന് മാർ മാത്യൂസ് അത്തനാസിയസിന്റെ കാലം മുതൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവും നിങ്ങൾ നൽകിയിട്ടില്ല. കരിയാറ്റിൽ മൽപ്പാനോടത്ത് വിദേശയാത്ര നടത്തിയ തോമ കത്തനാർ, പാറേമാക്കൽ കത്തനാർ ഇടവക, കടനാട് ഇടവക. ഒരു ചോദ്യത്തിനാണ് നിങ്ങൾ ശരി ഉത്തരം നൽകിയിരിക്കുന്നത്. 6 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അഭിനന്ദനം. റാപ്പിഡ് റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 63 പോയിന്റ്സ്, ടീം റാഫേൽ 71 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 62 പോയിന്റ്സ്. 63, 71, 62. ചെറിയ വ്യത്യാസം, വളരെ ചെറിയ വ്യത്യാസം. 3 ടീമും ഒപ്പത്തിനൊപ്പമാണ്. 2 റൗണ്ടുകൾ മാത്രം ബാക്കി. ഇവരുടെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ ഒരു മുഖ്യ പങ്കിനി വഹിക്കുക സപ്പോർട്ടിംഗ് ടീമായിരിക്കും. നിങ്ങളോട് 2 ചോദ്യങ്ങൾ. സപ്പോർട്ടേഴ്സ് റൗണ്ട്. ചോദ്യം സപ്പോർട്ടിംഗ് ടീമിനോട്. 2 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതം. മൈനസ് പോയിന്റ് ഉണ്ടായിരിക്കുന്നതല്ല. ധൈര്യമായി നിങ്ങൾക്ക് ഉത്തരം പറയാം. ചോദ്യങ്ങൾ പാസ് ചെയ്യുന്നതുമല്ല. എങ്കിൽ ആദ്യത്തെ ചോദ്യം ടീം മിഖായലിനോട്. നിങ്ങളുടെ ഇടവകയിൽ മാതൃസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഭേദപ്പെട്ട രീതിയിലാണോ, നിർജീവാവസ്ഥയിലാണോ? ഭേദപ്പെട്ട രീതിയിലാണ്. എന്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നു? ഞങ്ങളിപ്പോൾ എല്ലാ മാസത്തിലും ആദ്യത്തെ ശനിയാഴ്ചയാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടാറുള്ളത്. രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കാൻ പോകാറുണ്ട്. അതുപോലെ സാമ്പത്തിക സഹായം ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്. ഈ ക്വിസിൽ പങ്കെടുക്കുവാനായിട്ട് സപ്പോർട്ടിംഗ് ടീമിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒരു ഭാരമായി എന്ന് തോന്നിയോ? ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു? പഠിച്ചിരുന്നു. ഇനി ഞങ്ങൾ പോരുന്ന വഴിക്കും വണ്ടിയിലിരുന്ന് ഞങ്ങൾ ഫുൾ ടൈം അത് തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. കുറച്ചു നാളായി പഠിത്തം തന്നെയായിരുന്നു. അതെ അതെ. ഇതുപോലെ 10ാം ക്ലാസ്സിലും PDCക്കും പഠിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമെന്ന് അറിയില്ലായിരുന്നു. പഠിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ ബാക്കിയുണ്ട്. ഇപ്പോഴാണ് പഠിക്കുന്നത് ആവേശമായി മാറുന്നത്. യെസ്, പഠനം, വിജ്ഞാന സമ്പാദനം എന്നും ഒരു ആവേശം തന്നെയാണ്. എന്നാൽ ഏറ്റവും വലിയ വിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെ പറ്റിയുള്ള അറിവാണ്. അതാണിപ്പോൾ നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഇനി പോയിന്റുകളുള്ള ചോദ്യം. ഇത് പൊതുചോദ്യമാണ്, പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചോദ്യം. ഇനിയുള്ളത് ടീമിന് വേണ്ടിയുള്ള ചോദ്യം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കണമെന്നും ഗൗരവബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയുള്ളവരും ആയിരിക്കുവാൻ നീ ഉപദേശിക്കുക. ഈ തിരുവചന ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? പുസ്തകം മാത്രം പറഞ്ഞാൽ മതി, അധ്യായമോ വാക്യമോ പറയേണ്ടതില്ല. തീത്തോസിന്റെ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഉറപ്പാണോ നിങ്ങൾക്ക്? അതെ. നിങ്ങൾ 15 പോയിന്റ് നേടിക്കൊടുക്കുന്നു എന്നാണോ വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് നടക്കട്ടെ എന്ന് മാത്രമേ എനിക്കും ആഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ പറഞ്ഞുപോയ ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. നിങ്ങളോടുള്ള രണ്ടാമത്തെ ചോദ്യം. മാർത്തോമ നസ്രാണികളുടെ ഇടയിലെ പുരാതന കലാരൂപം ഏത്? മാർഗംകളി. മാർഗംകളി. ഉറച്ചു നിൽക്കുന്നു. ഉത്തരം ശരിയാണ്. ടീം മിഖായൽ 15 പോയിന്റ് കൂടി നേടുന്നു. ആകെ 30 പോയിന്റുകൾ ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം സമ്പാദിച്ചു നൽകിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ഇടവകയിൽ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ മാർഗംകളി വല്ലതും നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. നിങ്ങൾ മാർഗംകളി കളിക്കുമോ? ഞങ്ങൾ കളിച്ചില്ല. എന്നാലും നിങ്ങൾ കളിക്കില്ല, കളിക്കുന്നവരിൽ കൂടി ഉണ്ട്.
ഞങ്ങൾക്ക് രൂപത മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. രൂപതയിൽ ഫസ്റ്റ് കിട്ടിയവരോടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. യെസ്, ഇത് ക്വിസ് മത്സരത്തിന്റെ വേദിയായി പോയി. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ മാർഗം കളി കാണിച്ച് അവർക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മാർഗം കളി കളിച്ചത്. യെസ്, ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ആദ്യ ചോദ്യം പൊതുചോദ്യം. വെറുതെ വീട്ടിലിരുന്നതാണ്. ദാ കൂടെ കൂട്ടി ഒരു ദിവസവും സ്വസ്ഥതയില്ല, എന്നും ഫോണിൽ തന്നെ. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സമയം കിട്ടുന്നില്ല, വചനം പഠിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള പരാതികൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഉയർന്നുവോ? ഇതാണ്ട് ഒരു ബൈബിൾ ക്വിസ്, എപ്പോൾ നോക്കിയാലും ഈ പഠിത്തം തന്നെ. അങ്ങനെ വല്ല പരാതിയും വീട്ടിലുണ്ടായോ? യെസ്. ഒരിക്കലും ഇല്ല. ഇല്ല. വീട്ടുകാര് നിങ്ങളുടെ ജോലിയിലൊക്കെ സഹായിച്ചിരുന്നു? നിങ്ങളെ സഹായിച്ചിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസക്കാലം ഈ ക്വിസിന് വേണ്ടിയുള്ള പഠനം? വളരെ ശ്രദ്ധയോടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാ പഠിച്ചത്? കൂടിയിരുന്നൊക്കെ പഠിച്ചോ? ഞങ്ങൾ കൂടെ ഇരുന്ന് പഠിച്ചു, ഡിസ്കസ് ചെയ്ത് പഠിച്ചു, പിന്നെ സ്വന്തമായിട്ടും പഠിച്ചു. നിങ്ങളോടുള്ള ഒന്നാമത്തെ ചോദ്യം, നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റ് വരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നു. നാവാണ് പ്രശ്നക്കാരൻ, എൻ്റെയും ചിലപ്പോൾ നിങ്ങളുടേതും. ആരാണ് അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് ഈ വചനഭാഗം ഉള്ളത്? യാക്കോബിന്റെ ലേഖനം. യാക്കോബിന്റെ ലേഖനമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, മാറ്റുന്നില്ല. ഇല്ല. സമയം പോകുന്നതിനെ പറ്റി അസ്വസ്ഥതയുമില്ല. ഇല്ല. എങ്കിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ ഉത്തരം ശരി തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. നിങ്ങൾ ഒരു പക്ഷേ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ സ്കൂൾ പഠനകാലത്ത് പഠിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ലളിതമായൊരു ചോദ്യം. വാസ്കോ ഡി ഗാമ കേരളത്തിൽ വന്നത് എവിടെ? നിങ്ങളുടെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് കോഴിക്കോട്. എന്നാൽ ചോദ്യം അതല്ല. ഏത് വർഷമാണ് വാസ്കോ ഡി ഗാമ കേരളത്തിൽ വന്നത്? 1498. 1498. ശരിയായ ഉത്തരമാണെന്ന് വിചാരിക്കുന്നു. ശരിയാണ്. ശരിയാണ്, ഒരു മാറ്റവും ഇല്ല. ശരിയായ ഉത്തരം 1498. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം 15 മാർക്ക് കൂടി നേടുന്നു. ആകെ 30 മാർക്കുകൾ ടീം റാഫേലിന് വേണ്ടി സപ്പോർട്ടിംഗ് ടീം സമ്പാദിച്ചു നൽകിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനുള്ള അവസരമാണ് ഇനി. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഈ ക്വിസിന് വേണ്ടി ചേർന്നത് ഒരു ഭാരമായി എന്ന് എപ്പോഴെങ്കിലും തോന്നിയോ? ഇല്ല. തോന്നിയില്ല. എന്തുകൊണ്ട് തോന്നിയില്ല? എത്ര സമയമാണ് ഈ പഠനത്തിന് വേണ്ടി കളഞ്ഞത്? ഞങ്ങൾ കുറേ സമയം ചെലവഴിച്ചു. എന്നിട്ട് എന്ത് നേട്ടമുണ്ടായി? ബൈബിൾ കുറേ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു. വചനം ഹൃദയത്തിൽ പതിഞ്ഞു, ആഴത്തിൽ വേരുപാകി വചനം വളരാൻ ഇത് കാരണമായി. വീട്ടിലെ ജോലികളിൽ നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ വീട്ടുകാരൊക്കെ നിങ്ങളെ സഹായിച്ചു. നല്ല ജീവിത പങ്കാളികൾ, നല്ല മക്കൾ. നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇതിനു മുമ്പ് വന്ന പല ടീമുകളും പറഞ്ഞത് ഞങ്ങൾക്ക് പഠിക്കേണ്ടി വന്നു, വീട്ടുജോലിയും ചെയ്യേണ്ടി വന്നു. പ്രേക്ഷകരോട് മുഴുവൻ നമുക്ക് പറയാം, ഇതാ ഈ അമ്മമാരെ പോലെ, അവരുടെ കുടുംബത്തെ പോലെ അമ്മമാർ പഠിക്കുമ്പോൾ വീട്ടിലുള്ളവർ ജോലികൾ ചെയ്യട്ടെ, ജോലികൾ എല്ലാവരും പങ്കുവെച്ച് ഒരുമിച്ച് പോകട്ടെ. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷൻ ഇനിയും സംഘടിപ്പിക്കണമേ എന്ന്. യെസ്, നമുക്ക് ചിന്തിക്കാം. ചോദ്യത്തിലേക്ക് വരുന്നു. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് പുസ്തകത്തിലാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്? വെളിപാട് പുസ്തകത്തിൽ. ഉറപ്പാണ്? അതെ, ഉറപ്പാണ്. ശരിയായ ഉത്തരമാണ്. വെളിപാട് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15 പോയിന്റ് ടീം ഗബ്രിയേലിന് സപ്പോർട്ടിംഗ് ടീം നേടിക്കൊടുത്തിരിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്നവർ ഓരോരുത്തരും പരസ്പരം ചോദിക്കുക, നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം എനിക്കുണ്ടോ എന്ന്. സന്യാസ ജീവിതം നയിക്കുന്നവരും പൗരോഹിത്യ ജീവിതം നയിക്കുന്നവരും ക്രിസ്തുവിൻ്റെ മുമ്പിൽ പോയിരുന്ന് അന്വേഷിക്കുക, എനിക്ക് ആദ്യം നിന്നോടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴുണ്ടോ എന്ന്.
ഇല്ലെങ്കിൽ ലേഖന കർത്താവിനോട് ചേർന്ന് യോഹന്നാൻ ചോദിക്കുന്നത് പോലെ ഒരുപക്ഷെ ഈശോ നമ്മോടും ചോദിക്കുമായിരിക്കും, നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചോദിക്കും ചിലപ്പോൾ, നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു എന്ന്. വചനം ഹൃദയത്തിൽ ആഴപ്പെടട്ടെ. അടുത്ത ചോദ്യം, ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട് നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഒരു ചോദ്യം. മാർ തോമസ് ലീഹ കേരളത്തിൽ വന്നിറങ്ങിയത് കൊടുങ്ങല്ലൂരാണ് എന്ന് വിശ്വസിക്കപ്പെടും. ഏത് വർഷമാണ് തോമസ് ലീഹ കേരളത്തിൽ വന്നത്? AD 52. AD 52. ശരിയായ ഉത്തരമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. യെസ് ഓർ നോ? യെസ് ആണ്, ഉറച്ച യെസ് ആണ്. നീ ആര് നോക്കിയാലും അത് മാറ്റാൻ പറ്റിയല്ല യെസിനെ. ശരിയായ ഉത്തരമാണ്. 15 പോയിന്റുകൾ ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം നേടിയിരിക്കുന്നു. യെസ്, വെരി ഗുഡ്. ഇക്കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം വെച്ച് ഏറ്റവും മികച്ച സപ്പോർട്ടിംഗ് ടീമുമായിട്ടാണ് 3 ടീമുകൾ വന്നിരിക്കുന്നത്. 3 ടീമുകളും മുഴുവൻ മാർക്കും അവരുടെ ടീമിന് വേണ്ടി നേടിക്കൊടുത്തിരിക്കുന്നു. ഇനിയുള്ളത് മെഗാ ബോണസ് റൗണ്ടാണ്. മെഗാ ബോണസ് റൗണ്ടിൽ ഇവർ മാത്രം സപ്പോർട്ടിംഗ് ടീമിന് സഹായിക്കാനായിട്ട് സാധിക്കും. ഒറ്റ രീതിയിൽ മാത്രം, പ്രാർത്ഥന വഴിയായി മാത്രം. മറ്റൊന്നും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഒരു ചെറിയ ശബ്ദത്തിലൂടെയോ ഒരു മുഖഭാവത്തിലൂടെയോ പോലും നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നുമില്ല, പാടുമില്ല. ഇനി നിങ്ങളുടെ കയ്യിലാണ്. വിജയ പരാജയങ്ങൾ നിങ്ങളുടെ കയ്യിൽ. മെഗാ ബോണസ് റൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കടല് പോലെയാണ്. മുങ്ങാനും ഉയരാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ സ്കോറുകൾ നേടാൻ സാധിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങൾ താഴേക്ക് പോയേക്കാം. 1ാം സ്ഥാനത്ത് നിന്നവർ അവസാന സ്ഥാനവുമായി ഇവിടെ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. മുൻ എപ്പിസോഡുകളിൽ മുൻ ആളുകളുടെ അനുഭവം ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ജോസ്മി സ്കോറുകൾ പറയുമ്പോൾ നിങ്ങളുടെ സ്കോറുകളും നിങ്ങളുടെ എതിർ ടീമിന്റെ സ്കോറുകളും മനസ്സിൽ കുറിച്ചു വെക്കുക. സാധിക്കുമെങ്കിൽ എഴുതി വെക്കുക. ജോസ്മിയിലേക്ക് പോകുന്നു. ജോസ്മി, 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഓരോ ടീമുകളും എത്ര പോയിന്റുകൾ വീതമാണ് നേടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ടീം മിഖായേൽ 93 പോയിന്റ്സ്, ടീം റാഫേൽ 101 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 92 പോയിന്റ്സ്. 3 ടീമുകളും ഒപ്പത്തിനൊപ്പം തന്നെ. മെഗാ ബോണസ് റൗണ്ട്, മെഗാ മൈനസ് റൗണ്ടുമാണ്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കിട്ടിയ പോയിന്റുകൾ നഷ്ടമാകും, കിട്ടിയ സ്ഥാനങ്ങൾ നഷ്ടമാകും. അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം അസാധ്യമാകും. 2 ടീമുകൾക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്ന് ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും വ്യത്യസ്ത പോയിന്റുകളാണ്. ആദ്യ ചോദ്യത്തിന് 10 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 15 മാർക്ക്, മൂന്നാമത്തെ ചോദ്യത്തിന് 25 മാർക്ക്. ആകെ 50 മാർക്കുകൾ. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉത്തരം തെറ്റിയാൽ തത്തുല്യമായ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയ സ്കോറിൽ നിന്ന് കുറയുന്നതാണ്. എന്നാൽ നിങ്ങൾക്കൊരാനുകൂല്യം. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് മുൻകൂട്ടി പറയും. ഈ മത്സരത്തിൽ പ്രൊസീഡ് ചെയ്യാനും ക്വിറ്റ് ചെയ്യാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാം. ഓരോ ചോദ്യത്തിനു മുമ്പും ഞാനിത് ചോദിക്കുന്നതാണ്. ശരിയായ ഉത്തരം പറഞ്ഞാൽ മാത്രമേ അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന പാഠ്യഭാഗം വിജ്ഞാനമുത്തുകളാണ്. വിജ്ഞാനമുത്തുകൾ എന്നുള്ള ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ എസ് പറഞ്ഞാൽ ഞാൻ ചോദ്യം ചോദിക്കും. നിങ്ങൾ പിന്നീട് ഉത്തരം പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി. ഉത്തരം തെറ്റാണെങ്കിൽ 10 മാർക്കുകൾ കുറയ്ക്കും. ശരിയായ ഉത്തരമാണെങ്കിൽ സന്തോഷത്തോടെ 10 മാർക്കുകൾ നിങ്ങളുടെ സ്കോർ ഷീറ്റിൽ ആഡ് ചെയ്യാൻ ഞാൻ പറയും. എന്ത് തീരുമാനിക്കുന്നു നിങ്ങൾ? മുന്നോട്ട് പോകാം. പ്രൊസീഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കും. എങ്കിൽ നിങ്ങളോടുള്ള ഒന്നാമത്തെ ചോദ്യം, മാർ അബ്ദായുടെ ശിഷ്യന്റെ പേര് എന്ത്? മാറി മാർ മാറി.
ഉത്തരം ശരിയാണ്. 10 മാർക്കുകൾ നിങ്ങൾ സ്കോർ ഷീറ്റിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുന്നു. കരിയാറ്റിൽ ജോസഫ് മെത്രാപ്പൊലീത്ത എവിടെ വെച്ചാണ് മെത്രാപ്പൊലീത്തയായി അല്ലെങ്കിൽ മെത്രാനായി അഭിഷിക്തനായത്? സ്ഥലമേത്, എന്ന്? സ്ഥലവും പറയണം, വർഷം പറയണം, മാസം പറയണം. 3 കാര്യം. ലിസ്ബൺ. സമയം തീർന്നിരിക്കും. 30 സെക്കൻഡുകൾ അവസാനിച്ചിരിക്കുന്നു. മെഗാ ബോണസ് റൗണ്ടിലെ 2ാം പാദത്തിൽ കാലിടറിയിരിക്കുന്നു. 15 പോയിന്റുകൾ നഷ്ടമാകും. ദുഃഖമുണ്ടോ? ദുഃഖം തോന്നില്ല. ഇത്രയും നന്നായി പറഞ്ഞെന്നാണ് വിശ്വാസം. യെസ്. അവസാനത്തെ തീരുമാനം, 2ാമത്തെ ചോദ്യം നേരിടേണ്ടിയിരുന്നില്ല, ക്വിറ്റ് ചെയ്യുന്നതായിരുന്നു നല്ലത് എന്നെങ്ങാനും തോന്നുന്നു? ചെയ്തിരുന്നെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നില്ല. ഓക്കെ, യെസ്, ഇത് തന്നെയാണ് വേണ്ടത്. നമ്മൾ ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ട് പോകരുത്. കാലം മുന്നിലത്തെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവാം. പോസിറ്റീവായും നെഗറ്റീവായും റിസൾട്ടുകൾ വന്നേക്കാം. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ടീം ഗബ്രിയേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളോടുള്ള ചോദ്യവും വിജ്ഞാനമുത്തുകളും തന്നെ. നിങ്ങൾ ഈ ചോദ്യത്തിൽ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യും? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാനുള്ള തീരുമാനത്തെ ഞാൻ ആദരിക്കുന്നു. ആദ്യത്തെ ചോദ്യം 10 മാർക്കിന്റെ ചോദ്യം. പേർഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മെത്രാപ്പൊലീത്ത ആര്? മാർ ദാവീദ്. ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ നേടിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അനുവാദം ചോദിക്കുന്നു. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുന്നു. പിന്നോട്ട് പോകുന്നവരല്ല മലബാറിലെ അമ്മമാർ. എന്നും മുന്നോട്ട് തന്നെയാണ് നോക്കുന്നത്. മുൻപിലാണ് എപ്പോഴും നമ്മുടെ ലക്ഷ്യം. ചോദ്യം, കേരളത്തിന് പുറത്തുള്ള സീറോ മലബാർ റീത്തിൽപ്പെട്ടവരുടെ അജപാലനത്തിനു വേണ്ടി ആദ്യമായി രൂപം കൊണ്ട രൂപത ഏത്? എന്നാണ് അത് രൂപം കൊണ്ടത്? കല്യാൺ രൂപത. എന്ന്? 1988. മാസം? ഏപ്രിൽ 30. 88 ഏപ്രിൽ 30. നിങ്ങളുടെ ഉത്തരം ശരിയായിരിക്കും. 15ഉം 10ഉം 25 മാർക്കുകൾ നിങ്ങളുടെ സ്കോർ ഷീറ്റിലേക്ക് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒരവസരം കൂടി നിങ്ങളുടെ മുന്നിലുണ്ട്. 25 മാർക്കിന്റെ ചോദ്യം. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുന്നു. ചോദ്യം ഇതാണ്. പാറേമാക്കൽ തോമ കത്തനാർ കൊടുങ്ങല്ലൂർ രൂപതയുടെ സഭാഭരണം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരെന്ത്? അദ്ദേഹം ഭരണം നിർവഹിച്ച കാലഘട്ടം ഏത്? ഗവർണർ. യെസ്. 1700 ഒരു ഉത്തരം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ചിന്തിച്ച ഉത്തരം പറയുക. പല ഉത്തരങ്ങൾ ഞാൻ പരിഗണിക്കില്ല. പെട്ടെന്ന്. 1786 മുതൽ 1799 വരെ. സമയം കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞത് 1786 മുതൽ 1799 വരെ എന്നാണ്.
നിങ്ങളുടെ ഉത്തരം ശരിയായിരിക്കും. ടീം മിഖായിൽ, ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളോട് ചോദിക്കുന്നത് വിജ്ഞാനമുത്തുകളിൽ നിന്നാണ്. ക്വിറ്റ് ചെയ്യുന്നോ പ്രൊസീഡ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. യെസ്. എങ്കിൽ നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. സപ്പോർട്ടിംഗ് ടീമിന്റെ വലിയ പ്രാർത്ഥനയാണ് എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ചോദ്യം നിങ്ങളോട്: ഇന്ത്യയിൽ ആദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത് എവിടെ? ബോംബെ. ബോംബെ ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ ക്വിറ്റ് ചെയ്യുന്നു? കൂടിയാലോചിച്ച് തീരുമാനത്തിലെത്തുക. ക്വിറ്റ് ചെയ്യുന്നു. ക്വിറ്റ് ചെയ്യുന്നു, പിൻവാങ്ങുന്നു. യെസ്, ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടീം മിഖായലിനോടുള്ള അടുത്ത ചോദ്യം ഏതായിരുന്നു എന്നൊന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ക്വിറ്റ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്കിനി പോയിന്റുകളൊന്നും ആഡ് ചെയ്യപ്പെടുകയില്ല, മൈനസ് പോയിന്റുകൾ ലഭിക്കുകയുമില്ല. യെസ്, നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോദ്യം അങ്കമാലി പടിയോല രൂപപ്പെടുത്തിയ സമ്മേളനം നടന്നത് എന്ന് പങ്കെടുത്ത ഇടവകകളുടെ എണ്ണം എത്ര? അറിയില്ല. അറിയില്ലാത്ത ചോദ്യമായിരുന്നു. നിങ്ങൾ ശരിയായ തീരുമാനമാണ് എടുത്തത്. യെസ്, വാശിയേറിയ ഒരു മത്സരത്തിൻ്റെ പര്യവസാനത്തിൽ ഔദ്യോഗികമായ സ്കോർ പ്രഖ്യാപിക്കേണ്ടത് അനിവാര്യമാണ്. ജോസ്മി തയ്യാറായിരിക്കുന്നു. ജോസ്മിയിലേക്ക്. 3 ടീമുകളുടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 142 പോയിന്റുമായി ടീം ഗബ്രിയേൽ. 103 പോയിന്റുമായി ടീം മിഖായേൽ 2-ാം സ്ഥാനം നേടിയിരിക്കുന്നു. ടീം റാഫേൽ നേടിയിരിക്കുന്നത് 96 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഒരു എപ്പിസോഡ് കൂടി പൂർത്തിയാവുകയാണ്. വാശിയേറിയ മത്സരം, ഇഞ്ചോടിഞ്ച് പോരാട്ടം, അവസാന നിമിഷം വരെ തുല്യമായ ഓട്ടം. ഫോട്ടോ ഫിനിഷിൽ ടീം ഗബ്രിയേൽ ബഹുദൂരം മുന്നിലേക്ക് കയറിയിരിക്കുന്നു. മരുതോങ്കര ഇടവകയിൽ നിന്നുള്ള ടീം ഗബ്രിയേൽ ഈ എപ്പിസോഡിലെ 1-ാം സ്ഥാനം വലിയ ആവേശത്തോടു കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. വലിയ മാർജിനിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. മരഞ്ചാട്ടി ഇടവകയിലെ മാതൃസംഘത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള ടീം മിഖായേൽ അവരുടെ വിജയത്തിന്, 2-ാം സ്ഥാനത്തേക്കുള്ള വിജയത്തിനും തൊട്ടടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യതയ്ക്കും ഒരു പത്തരമാറ്റ് തിളക്കം, അവരുടെ സംയോജിതമായ ഒരു തീരുമാനമാണ് അവരെ ഇന്നിപ്പോൾ 2-ാം സ്ഥാനത്തിന് അർഹരാക്കിയിരിക്കുന്നത്. അടുത്ത ആ ചോദ്യത്തിൽ അവർ ക്വിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അവർ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ടീം മിഖായേൽ നടത്തിയ ബുദ്ധിപൂർവമായ നീക്കം അവരെ അടുത്ത റൗണ്ടിലേക്ക് കൈപിടിച്ച് നടത്തിയിരിക്കുകയാണ്. ടീം മിഖായേലിന്, മരഞ്ചാട്ടി ഇടവകയ്ക്ക് അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ, ചേവായൂർ ഇടവകയിൽ നിന്നുള്ള ടീം റാഫേൽ, മികച്ച മത്സരമാണ് നിങ്ങൾ നടത്തിയത്. ഫോട്ടോ ഫിനിഷിങ്ങിലാണ് വിജയെ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു മത്സരത്തിൽ വിജയ പരാജയങ്ങൾ സ്വാഭാവികം മാത്രം. എന്നാൽ ഇവിടെ എല്ലാ വിജയികളും ഒരുപോലെ സന്തോഷവാന്മാരും എല്ലാ പരാജിതരും ഒരുപോലെ പ്രതീക്ഷയുള്ളവരുമാണ്. കാരണം നിങ്ങൾ പഠിച്ചത് വചനമാണ്. നിങ്ങൾ ഈ ലോകത്തോട് പങ്കുവെച്ചതും തിരുവചനം തന്നെ. നിങ്ങളുടെ പരാജയം വലിയൊരു വിജയം തന്നെ. ടീം റാഫേലിന്, ചേവായൂർ ഇടവകയ്ക്ക്, അവിടുത്തെ മാതൃസംഘത്തിന് 1000 അഭിനന്ദനങ്ങൾ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 1-ാം റൗണ്ട് ഇവിടെ പൂർത്തിയാകുന്നു. 60 ടീമുകൾ, താമരശ്ശേരി രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള മാതാക്കൾ, വാശിയേറിയ മത്സരം, സന്തോഷകരമായ പങ്കുവെക്കൽ, വചനത്തിൻ്റെ ഉത്സവം, ആഘോഷത്തിൻ്റെ
കഴിഞ്ഞ എപ്പിസോഡുകൾ. അടുത്ത റൗണ്ടിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. പുതിയൊരു സംസ്കാരം, വചനത്തിൻ്റെ സംസ്കാരമാണ് ശാലോം ടെലിവിഷനും താമരശ്ശേരി രൂപത മാതൃവേദിയും കൂടി രൂപീകരിച്ചത്. വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. കർത്താവെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലാണുള്ളത്. താമരശ്ശേരി രൂപതയിലെ മാതാക്കൾ നിത്യജീവന്റെ വചസ്സുകൾ തേടി വചനത്തിൻ്റെ അമ്മയോട് ചേർന്ന് ഇതാ വചനം പങ്കുവെച്ച മനോഹരമായ നിമിഷങ്ങൾ. ലോകം മുഴുവനും വചനത്തിൻ്റെ അഗ്നി പടരട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ റൗണ്ടും ഇവിടെ പൂർത്തിയാകുന്നു. പ്രാഥമിക റൗണ്ടിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുള്ള 40 ടീമുകൾ. അടുത്ത റൗണ്ട് കൂടുതൽ ആവേശമുള്ളതായിരിക്കും. കൂടുതൽ ഒരുങ്ങിയായിരിക്കും ടീമുകൾ വന്നെത്തുക. വചനം കൂടുതൽ ഫലം പുറപ്പെടുവിക്കപ്പെടും. ഓരോ മണ്ണും നല്ലതാക്കപ്പെടും. 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന അടുത്ത റൗണ്ടിൽ, പുതിയ എപ്പിസോഡിൽ, പുതിയ മത്സരാർത്ഥികളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും, ഈ ക്വിസിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഗുഡ് ബൈ. രണ്ടാം റൗണ്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുരുക്കിലാകുമ്പോഴാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്? യാക്കോബ് ശ്ലീഹ എഴുതുന്നു, പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. ഏത്? മൂലഭാഷയനുസരിച്ച് ബൈബിളിൽ ആകെ എത്ര അധ്യായങ്ങൾ ഉണ്ട്? ഞങ്ങൾക്ക് കൂടുതൽ ബൈബിള് പരിചയപ്പെടാനും വചനം പഠിക്കാനും ഒക്കെയുള്ളൊരവസരം. പിന്നെ അത് നമുക്ക് ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ വചനം പഠിക്കുക എന്നൊക്കെ പറയുന്നത്. കുറച്ചും കൂടി നമ്മൾ സാധാരണ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ അറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. കൂടുതലായിട്ട് വചനം വായിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ട്. കിട്ടുന്ന സമയമൊക്കെ വചനം വായിക്കാനുള്ള ഇങ്ങനെയൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു. ബൈബിൾ കൂടുതലായിട്ട് അറിയാനും കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു.